വെരിക്കോസ് വെയിൻ ചികിത്സയിൽ അതിനെ ചികിത്സ പ്ലാൻ ചെയ്യാൻ വേണ്ടി കാരണം രോഗിക്ക് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഇപ്പോൾ സർജറി ആണോ വേണ്ടത്, അതോ ഇഞ്ചക്ഷൻ സ്ക്ലിറോതെറാപ്പി ആണോ, അതോ ജസ്റ്റ് ബാൻഡേജ് മാത്രം മതിയോ, മരുന്നുകൾ മതിയോ, എന്താണ് ഈ പേഷ്യൻറ്റിന് കൊടുക്കേണ്ട ട്രീറ്റ്മെൻറ്റ് എന്ന് നിർണ്ണയിക്കാൻ വേണ്ടി ഡോപ്ലർ സ്റ്റഡി, വെരിക്കോസ് വെയിൻ്റെ വെയിനസ് ഡോപ്ലർ എന്ന് പറയും. അപ്പോൾ ഇതിൽ നമുക്ക് ഈ വെയിൻ്റെ അകത്തുള്ള എല്ലാ വാൽവിൻ്റെയും കണ്ടീഷൻ അറിയാൻ പറ്റും. ഈ വാൽവിന് ലീക്ക് ഉണ്ടോ, വാൽവ് ലീക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ പാദത്തു നിന്ന് ബ്ലഡ് ഹൃദയത്തിലേക്ക് പോകേണ്ടതാണ്. ഈ ഒരു ട്രാക്കിൽ വാൽവ് ഉണ്ട്. അത് സാധാരണഗതിയിൽ മനുഷ്യൻ്റെ ശരീരത്തിൽ അത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഡയറക്ഷനിലേ ഇത് തുറക്കാറുള്ളൂ. പക്ഷേ ഇത് തുറന്ന് തിരിച്ചു വരുമ്പം ബ്ലഡ് തിരിച്ച് താഴോട്ട് വരുന്ന ഒരു ഘട്ടത്തിൽ ഇത് അടയണം. പക്ഷേ ഇത് അടയാതെ വരുമ്പോഴാണ് നമുക്ക് ലീക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ താഴോട്ട് പോകുന്ന ബ്ലഡ് ലീക്കായിട്ടാണ് ഈ വെരിക്കോസ് വെയിൻ ഇതിൻ്റെ ഡയമീറ്റർ അല്ലെങ്കിൽ അതിൻ്റെ വെയിൻ്റെ സൈസ് വലുതായി വരുന്നത്. അപ്പോൾ അതിന് ഡോപ്ലർ സ്കാൻ ചെയ്യുമ്പോൾ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ 2 മേജർ വാൽവ്സ് ആണ് SFJ, സെഫനോ ഫിമറൽ ജംഗ്ഷൻ. പറഞ്ഞാൽ നമ്മുടെ ഈ കാലും വയറും തമ്മിൽ എത്തുന്ന ഇടുക്ക്, ആ ഭാഗത്താണ് ഈ 2 വെയിനും കൂടെ ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് വാൽവുണ്ട്. അതുപോലെ തന്നെ മുട്ടിൻ്റെ ബാക്ക് സൈഡിലും ഒരു വാൽവുണ്ട്. മുട്ടിന് താഴെ പിന്നെ കുഞ്ഞു ഒരുപാട് വാൽവുണ്ട്. ഈ വാൽവിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് അറിയാൻ ഏറ്റവും ബെസ്റ്റ് ടെസ്റ്റ് ഡോപ്ലർ സ്റ്റഡിയാണ്.